ഹായ്, കുറച്ച് കാര്യം പറയാനാണ് ഇന്ന് വീഡിയോയുമായി വന്നിട്ടുള്ളത്. കല്യാണ രമണിയുടെ മൂന്നാമത്തെ ഹസ്ബൻഡിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാം. കല്യാണ രമണിയും ഈ പറയുന്ന മൂന്നാമത്തെ ഹസ്ബൻഡും ഫേസ്ബുക്ക് വഴിയാണ് ചാറ്റ് ചെയ്ത് പരിചയപ്പെട്ടത്. ആ പരിചയപ്പെട്ട സമയത്ത് ഈ ഹസ്ബൻഡിൻ്റെ പ്രായം 20 വയസ്സായിരിക്കാം. അപ്പോൾ കല്യാണ രമണി രണ്ടെണ്ണം കെട്ടി രണ്ടിലും മക്കളായി രണ്ടാമത് മൊഴി ചൊല്ലി വീട്ടുകാർക്ക് ബാധ്യതയായി ഇരിക്കുകയാണ് എന്ന് വേണം കരുതാൻ. അങ്ങനെ ഇവർ ഫേസ്ബുക്കിലൂടെ ചാറ്റ് ചെയ്ത് ഈ തള്ള ഷംസുവിനെ തൻ്റെ പരിധിയിലാക്കി. അങ്ങനെ ഗൾഫിൽ നിന്ന് നേരെ വന്നത് ഈ തള്ളയെ കാണാനായിരുന്നു. ആ കാണാൻ വന്നതേ ഈ ഷംസുവിന് ഓർമ്മയുള്ളൂ എന്ന് വേണം പറയാൻ. ഓരോന്നായി ക്ലിപ്പ് സഹിതം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരാം. തൻ്റെ മകളെ ഒരാൾ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞു വരുമ്പോൾ ആ ചെറുക്കനെ പറ്റിയും അവൻ്റെ വീട്ടുകാരെ പറ്റിയും ഏതൊരു വാപ്പയും ആങ്ങളമാരും അവൻ്റെ നാട്ടിൽ പോയി മഹലിൽ പോയി അന്വേഷിക്കും. അത് നല്ലതാണെങ്കിൽ മാത്രമേ, തൻ്റെ കുടുംബത്തിന് അനുയോജ്യമാണെങ്കിൽ മാത്രമേ അത് വിവാഹത്തിൽ എത്തിച്ചേരുകയുള്ളൂ. എന്നാൽ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട തന്നേക്കാൾ പ്രായം കുറഞ്ഞ ഒരു ചെറുക്കനെ അവൻ്റെ ചുറ്റുപാട് പോലും നോക്കാതെ, അവൻ്റെ നാട്ടിൽ പോലും അന്വേഷിക്കാതെ, ഈ കല്യാണ രമണിയുടെ മഹലിൽ പോലും അറിയാതെയാണ് വാപ്പ കല്യാണം കഴിച്ചു കൊടുത്തിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞാൽ ലിവിങ് ടുഗദർ. തൻ്റെ ഫാമിലി എന്തോ വലിയ ഫാമിലിയാണെന്നും വലിയ വിദ്യാസമ്പന്നരാണെന്നും തൻ്റെ കുടുംബത്തിലുള്ളത് എന്നും ഒരു പോലീസുകാരനും ഒരു വില്ലേജ് ഓഫീസറും ഒക്കെ ഉണ്ടെന്നും പറയുന്നു. ഇത്രയും വിദ്യാസമ്പന്നമുള്ള ഇവർ തൻ്റെ മകളെ പോലുള്ള ഒരുവൾക്ക് ഇങ്ങനെ ഒരു കല്യാണം നടത്തുമ്പോൾ ഇത് ശരിയല്ല, ഇവൻ്റെ നാട്ടിൽ പോയി അന്വേഷിക്കണം, അവൻ്റെ ഫാമിലിയെക്കുറിച്ച് അറിയണം എന്നൊന്നും പറഞ്ഞു കൊടുക്കാൻ ഈ പോലീസ് ഓഫീസർക്കും വില്ലേജ് ഓഫീസർക്കും കഴിഞ്ഞില്ലേ? അവരുടെ വായിലെന്താ പഴം പുഴുങ്ങിയതായിരുന്നോ? ഇനി കല്യാണ രമണിയുടെയും ഷംസുവിൻ്റെയും പ്രായം നോക്കാം. തൻ്റെ അതേ പ്രായമാണ് എന്ന് നാട്ടുകാരെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ചു. 1994 ഈ കല്യാണ രമണിയും 1996 ഈ ഷംസുവും അവരുടെ ആധാർ കാർഡിലുള്ള ബർത്ത് ഡേറ്റാണ് കാണുന്നത്. ഈ ആധാറിലെ കണക്ക് പ്രകാരം കല്യാണ രമണിയുടെ അതേ പ്രായമാണ് എന്നാണ് കല്യാണ രമണി നാട്ടുകാരുടെ മുന്നിൽ സമർത്ഥിക്കുന്നത്. പിന്നെ ഈ തള്ള അറിയാതെ ഒരു സത്യം പറഞ്ഞിട്ടുണ്ട്. ഈ 2 തൊലാഖും കഴിഞ്ഞ് വീട്ടിൽ കെട്ടാമുട്ടിയിരിക്കുമ്പോൾ ഷംസുമായി ചാറ്റ് ചെയ്ത് പരിചയപ്പെടുന്ന സമയത്ത് 25 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഷംസു പറഞ്ഞത്. ഞാൻ 1 വർഷം കഴിഞ്ഞു വരും, അപ്പോൾ എനിക്ക് കെട്ടിച്ചു തരണം എന്ന്. അപ്പോൾ ഈ തള്ളക്ക് 26 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഷംസുവുമായി 4 വർഷം ജീവിച്ചു എന്ന് പറയുന്നു. അപ്പോൾ ഈ തള്ളക്ക് 27, 28, 29, 30 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇവർ ഡിവേഴ്സായിട്ട് 3 വർഷത്തോളം ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ തള്ളക്ക് 33 വയസ്സും കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് ഞാൻ എൻ്റെ വക പറയുന്നതാണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തെളിവ് ഞാനിവിടെ വെക്കുകയാണ്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. പറഞ്ഞ് സലാം പറഞ്ഞ് വാപ്പ മടക്കി ഞാൻ ഇന്ന അടുത്തുനിന്നാണ് എന്ന് പറഞ്ഞു. അപ്പോൾ വാപ്പ പറഞ്ഞ് അതുപോലെ മോളെ ഇതേപോലെ ആദ്യ വിവാഹം കഴിഞ്ഞ് ഇങ്ങനെ ബന്ധം ഇതായി, 2ാമത് വിവാഹം കഴിഞ്ഞ് ഇങ്ങനെ ബന്ധം ഇതേപോലെ ആയി. അപ്പോൾ എനിക്ക് 25 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി എല്ലാവരും ഒന്ന് പ്രായമൊന്ന് കണക്ക് കൂട്ടി നോക്കിക്കോളൂ. ഇനി ഇവർ തന്നെ പറയുന്നുണ്ട് ഷംസുവിൻ്റെ പാസ്പോർട്ടിൽ പ്രായം കൂട്ടിയാണ് കൊടുത്തത് എന്ന്. അപ്പോൾ 2ാമത് പാസ്പോർട്ട് എടുത്തത് തന്നെ നിയമവിരുദ്ധമാണ്. ഇവർ ഗവൺമെൻറ്റിനെ പറ്റിക്കുകയല്ലേ അപ്പോൾ ചെയ്തത്. ഈ പാസ്പോർട്ടിന് വേണ്ടി ഇവർ ഉണ്ടാക്കിയ ബർത്ത് സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, +2 സർട്ടിഫിക്കറ്റ് ഇവയെല്ലാം വ്യാജമാണ് എന്ന് പറയേണ്ടി വരും. ഇനി ഈ വ്യാജ സർട്ടിഫിക്കറ്റുകൾ റെഡിയാക്കാൻ ഇവരുടെ ഫാമിലിയിൽ പഴംപുഴുങ്ങികളായ പോലീസിനും വില്ലേജ് ഓഫീസറും ഉണ്ടെന്നാണല്ലോ പറഞ്ഞത്. ഇനി അവർക്ക് ഇതിൽ പങ്കുണ്ടോ എന്നും അവരുടെ അധികാര പദവി ഇതിന് ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ എന്നും പരിശോധിക്കേണ്ടി വരുന്നതാണ്. ഈ ഷംസുവിൻ്റെ ഫാമിലി തെളിവ് സഹിതം പറയുന്നുണ്ട്. ഈ സ്ത്രീയുടെ അടുത്തേക്ക് വന്നപ്പോൾ അവന് 21 വയസ്സ് മാത്രം പ്രായമായിട്ടുള്ളൂ എന്ന്. അത് തെളിവുമായി അവർ സോഷ്യൽ മീഡിയയിൽ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ ഇത് തെളിയിക്കാൻ റെഡിയായിട്ട് നിൽക്കുകയാണ് എന്നും അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ തള്ളയുടെ വാപ്പ പറഞ്ഞത്രേ, റെയിൽവേ സ്റ്റേഷനിൽ വിളിക്കാൻ പോയപ്പോൾ വീഡിയോയിൽ കണ്ട പോലെ അല്ല കാണാൻ നേരിട്ട് എന്ന്. എന്ത് നല്ല വാപ്പയും നന്ന് മോളും നന്ന്. എനിക്ക് അവനെ തന്നെ മതി എന്ന് മോള് വാശി പിടിച്ച് പറഞ്ഞു.
വാപ്പ ചെറുക്കനെ അങ്ങ് പെടുത്തി ഈ തള്ളയുടെ തലയിലേക്ക് അങ്ങ് ഇട്ടുകൊടുത്തു. ഇതിനെ വിളിക്കുന്ന ഒരു പേരുണ്ട്. ഈ പാവം ചെറുക്കനെ കൂട്ടാൻ ബാപ്പയോടൊപ്പം പോയ ഈ തള്ളയുടെ ആങ്ങളെയുമുണ്ട്. ഈ ചെങ്ങായിയോട് ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്കൊരു മകളുണ്ടല്ലോ. ആ മകൾക്ക് 18 വയസ്സാകുമ്പോൾ ഇതുപോലെ മൂന്നാമത്തെ ഭാര്യയെ തിരിഞ്ഞു നടക്കുന്ന ഒരാളുമായി അടുപ്പത്തിലായി. ആ ആൾക്ക് 2 ബന്ധത്തിൽ 2 മക്കളുമുണ്ട് എന്ന് കരുതുക. നിങ്ങളുടെ മകൾ അയാളെ തേടി പോവുകയും അയാളെ കല്യാണം കഴിക്കുകയും ആ മകളെ കൊണ്ട് അയാളുടെ മക്കളെ കൊണ്ട് ഉമ്മ എന്ന് വിളിപ്പിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് സഹിക്കുമോ? നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. പടച്ചവൻ വലിയവനല്ലേ. നാളെ എന്താകും എന്ന് പറയാൻ പറ്റില്ലല്ലോ കാക്കച്ചി. എന്തായാലും ഒരു ഉമ്മയുടെയും വാപ്പയുടെയും കണ്ണീരും ശാപവും നിങ്ങളുടെ തലയിലെ മുകളിൽ ഉണ്ട് എന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. എന്തോ വലിയ മഹതിയാണെന്ന് കരുതി കല്യാണം കഴിച്ച ശംസുവിനെ പോകെയാണ് താൻ പെട്ടു എന്ന് മനസ്സിലായത്. ഈ തള്ളയിൽ നിന്ന് എനിക്കൊരു മോചനം കിട്ടില്ല എന്ന് മനസ്സിലാക്കിയായിരിക്കും ശംസു ഈ കുടിയും വലിയും മടിയും തൊഴിയും ഒക്കെ തുടങ്ങിയിട്ടുണ്ടാവുക. പിന്നീട് വേറൊരു സ്ത്രീയോടൊപ്പം ജീവിച്ചതും അതൊരു തരത്തിൽ അയാൾ ഒരു രക്ഷപ്പെടൽ ആയിരുന്നു എന്ന് വേണം കരുതാൻ. എന്നിട്ടും ഈ സ്ത്രീ അയാളെ വിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. നിരന്തരമായി ഭീഷണിപ്പെടുത്തിയും ടോർച്ചറിങ്ങും മാസങ്ങളോളം വർഷങ്ങളോളമായിട്ടും ഈ സ്ത്രീ വിട്ടില്ല. അതിനൊരു തെളിവ് ഞാൻ ഇവിടെ വെക്കാം. പിന്നെ എന്താണ്, എൻ്റെ ബന്ധം തീർന്ന് അയാൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയതിന് ശേഷം എനിക്ക് ആദ്യമായിട്ടുണ്ടായ അനുഗ്രഹമാണ് എൻ്റെ വീട്. അൽഹംദുലില്ലാ. നീ ഇസ്ലാമിൽ നിന്ന് പോയതിന് ശേഷമുള്ള റബ്ബിനെ നിൻ്റെ കൂടെ ജീവിച്ചപ്പോൾ എല്ലാം നാശമായിരുന്നു. പട്ടിണി വരെ ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് എനിക്ക് ഇന്ന് നീ ഇസ്ലാമിൽ നിന്ന് പോയി നിൻ്റെ കല്യാണം കഴിഞ്ഞതും എല്ലാം നമ്മളെല്ലാം കണ്ട് അത് നീ കാണിക്കാൻ വേണ്ടി അഹങ്കാരത്തിൻ്റെ പുറത്തിട്ട്. പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നു അൽഹംദുലില്ലാ, എനിക്ക് എൻ്റെ മക്കൾ എനിക്ക് 3 ഹലാലിലുണ്ടായത്. അപ്പോൾ ജനിച്ചത് ഇസ്ലാമിലാണെങ്കിലും നീ ഇന്ന് ജീവിക്കുന്നത് കാഫറായിട്ട്, സിന്ദൂരവും ഇട്ട് സ്വർണ്ണവും ഇട്ട്. ഈ വീഡിയോ ശംസു മരിക്കുന്നതിന് മുമ്പ് അവനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ രമണി ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. പൊതുസമൂഹത്തിൽ കാഫിർ എന്ന് പറഞ്ഞ് നാണം കെടുത്തി പരമാവധി ടോർച്ചർ എങ്ങനെ ചെയ്യാൻ കഴിയും ആ വിധത്തിലൊക്കെ ഈ സ്ത്രീ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന് ഒരു തെളിവ് മാത്രമാണ് ഇത് നമ്മൾ കണ്ടിട്ടുള്ള തെളിവ്. കാണാതെ എന്തോരം ടോർച്ചറിങ് ഈ സ്ത്രീ ചെയ്തിട്ടുണ്ടാവും എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ വീഡിയോ ഇട്ട് ശംസുവിനെ കാഫിറായി എന്ന് പറഞ്ഞ് സമൂഹത്തിൽ ഇട്ട് നാണം കെടുത്തുക എന്നതാണ് ഈ സ്ത്രീയുടെ ലക്ഷ്യം. അങ്ങനെ ശംസു കാഫിറാണെങ്കിൽ എങ്ങനെ അവനെ പള്ളിയിൽ ഖബറടക്കി സ്ത്രീയെ? ഈ തള്ള അൽഹംദുലില്ലാ മാഷാ അല്ലാ എന്ന് പറഞ്ഞ് ഞാനൊരു ഭയങ്കര വിശ്വാസത്തിൻ്റെ അങ്ങേ അറ്റത്തുള്ള ആളാണ് എന്ന് പറഞ്ഞ് ഫലിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇവൾ കാണിച്ച ഈ വൃത്തികേട്, രണ്ടാമത്തെ ഭർത്താവ് മൊഴി ചൊല്ലിയ ഉടനെ തന്നെ ഒരു കല്യാണം കഴിക്കാത്ത ചെറുക്കൻ്റെ തലയിൽ കയറിയിരുന്നു. അത് എങ്ങനെയാണ്? 2 ഭർത്താക്കന്മാരുടെ ബാധ്യതയും ചുമന്നുകൊണ്ട്. 2 ദിവസം മുമ്പുള്ള ലൈവിൽ ഈ രമണി വ്യക്തമായി പറയുന്നുണ്ട്, ഞാൻ മറ്റൊരു കല്യാണം കഴിച്ച ആളിനെ കല്യാണം കഴിക്കില്ല എന്ന്. ഇവളാരി കന്യകയോ? ഇവളുടെ ബാധ്യത മറ്റൊരു ഉമ്മയുടെയും ബാപ്പയുടെയും സ്വപ്നം അല്ലെങ്കിൽ പ്രതീക്ഷയുള്ള ഒരു മകൻ ഇവളുടെ ബാധ്യത ചുമക്കണം. എന്നാൽ ഇവൾ മറ്റൊരാളുടെ ബാധ്യത ചുമക്കില്ല. അതായത് കല്യാണം കഴിഞ്ഞ ആളിനെ കല്യാണം കഴിക്കില്ല എന്ന്. ഇനി ഒരു കല്യാണം കഴിച്ച ആളാണെങ്കിൽ അയാൾക്ക് കുട്ടികൾ ഉണ്ടാവരുത്. അപ്പോൾ രമണിയുടെ കുട്ടികൾ മറ്റുള്ളവർ ചുമക്കണം എന്ന്. ഈ പറയുന്ന ശംസുവിൻ്റെ ഉമ്മയുടെയും ഉപ്പയുടെയും വിഷമം ഇതാണ്. എൻ്റെ മകൻ ഒരു കല്യാണം പോലും കഴിച്ചിട്ടില്ല, ആ മോൻ പോയി ഇവളുടെ വലയിൽ വീണല്ലോ എന്ന വേദന, ആ കണ്ണീർ നിന്നെ വിട്ടു പോവില്ല സ്ത്രീയെ. പിന്നെ ഇവൾ പറയുന്നുണ്ട് അവളുടെ കുടുംബക്കാർ എല്ലാവരും ഭയങ്കര വിശ്വാസികളാണ് എന്ന്. വിശ്വാസത്തിൻ്റെ ഒരു ABCD പോലും ഇവർക്കറിഞ്ഞുകൂടാ. അങ്ങനെ ഒരു ഈമാനുള്ള കുടുംബമാണെങ്കിൽ 2 കല്യാണം കഴിച്ച് 2 മക്കളുള്ള ഈ സ്ത്രീക്ക് ഇങ്ങനെ ഒരു കല്യാണാലോചന വന്നാൽ ഈ ചെറുക്കൻ ഇവളെ കല്യാണം കഴിക്കണമെന്ന് വാശി പിടിക്കുന്നു എന്ന് പറയുന്നു. ഈ തന്തക്ക് അറിയൂലേ ഈ ചെറുക്കൻ ചെറിയ ചെറുക്കനാണെന്ന്? കണ്ടാൽ അറിഞ്ഞൂടെ? അപ്പോൾ ഇവൻ്റെ വീട്ടിലിരിക്കുന്നവരെ അറിയിക്കണോ? വീട്ടുകാരെ അന്വേഷിപ്പിക്കണോ? ഇതൊന്നും വിശ്വാസത്തിൽപ്പെടുന്ന കാര്യമല്ലേ?
രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള കരാറാണ് വിവാഹം. അത് ഇസ്ലാമിൽ കർശനമായ കാര്യമാണ്. രണ്ട് കുടുംബങ്ങളും തമ്മിൽ പങ്കെടുക്കുക എന്നത്. ഇത് ആ ചെറുക്കനെ കിട്ടിയതന്നെ കിട്ടി എന്ന് കരുതി ആ ചെക്കന് കയ്യും കൊടുത്ത് കയറ്റുമ്പോൾ ഈ തന്തയ്ക്ക് ബോധമില്ലേ? പിന്നെ ഈ കല്യാണ രമണി വേറൊരു കാര്യം പറയുന്നുണ്ട്. എന്തിക്ക ഈ ഇക്ക മരണപ്പെട്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അയാൾ അവിടെ തൂങ്ങി നിൽക്കുന്ന സമയത്ത് ഇവൾ അറിയുന്നുണ്ട് എന്തുകൊണ്ട് അത്രയും സ്നേഹമുള്ള ഒരു സ്ത്രീ എൻ്റെ മകൻ്റെ ഉപ്പയാണ് എന്ന് 100-500 പ്രാവശ്യം പറയുന്ന ഈ സ്ത്രീ എന്തുകൊണ്ട് അവിടെ പോയില്ല? ആ മരണം കാണാൻ പോയില്ല? ആ കൊച്ചിനെ കൊണ്ട് കാണിച്ചു കൊടുത്തില്ല? അത്ര സ്നേഹമുള്ളൂ. ഏത് സ്ഥലത്താണ് ഖബറടക്കിയത് എന്ന് ഇവൾക്കറിയുമോ? അപ്പോൾ നമ്മൾക്ക് ഇവളുടെ പഴയ ഒരു ക്ലിപ്പ് കണ്ടിട്ട് വരാം. ഹിന്ദുമതമായതുകൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറന്തള്ളി. ഖബർ ഇല്ല, ഒന്നും അറിയില്ല, ഒന്നും തിരക്കാൻ പറ്റൂല. പിൽക്കാലത്ത് കുട്ടികൾക്കൊരു ഖബർ കാണണമെന്ന് പറഞ്ഞാൽ ഇല്ല, ഒന്നുമില്ല. ജീവിച്ചിരുന്നപ്പോൾ നമുക്ക് ഇപ്പോൾ മനസ്സിലായില്ല ഈ സ്ത്രീക്ക് എവിടെയാ ഖബറടക്കിയത് എന്ന് പോലും അറിയില്ല. ആ കുട്ടിയെ പോലും അതിൻ്റെ വാപ്പാനെ കാണിച്ചില്ല. എന്തുകൊണ്ട് എന്നുള്ള ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ ഉണ്ട്. ഇപ്പോൾ എന്തിക്ക എന്ന് പറഞ്ഞ് സഹതാപം കിട്ടാനും പണം കിട്ടാനും വേണ്ടി പ്രഹസനം ചെയ്യുമ്പോൾ അറിയില്ലേ അവർക്ക് ചോദിക്കാനും പറയാനും ആളുകൾ വരുമെന്ന്? ഈ ഷംസുവിൻ്റെ ഫാമിലിയാണ് അവനെ ഏറ്റെടുത്ത് ഖബർസ്ഥാനിൽ ഖബറടക്കിയത്. അല്ലാതെ ഈ തള്ളയും വാപ്പയും ആങ്ങളെയും അല്ല. ഈ വീഡിയോയിൽ ഇത്ര മാത്രമേ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അടുത്ത വീഡിയോയിൽ ഈ സ്ത്രീയുടെ കള്ളത്തരങ്ങൾ 1/by ആയിട്ടുള്ള വീഡിയോയുമായി ഉടൻ വരുന്നതാണ്. അതുവരേക്കും ബായ്.